വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ മാത്യു മാഷിന്റെ മകന് ജോലി നൽകാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിദേശത്ത് പഠിക്കുന്ന 2 ആൺമക്കളും ഭാര്യയും ഉൾപ്പെടുന്ന മാത്യു മാഷിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നാടിനും വീടിനും അത്താണിയായിരുന്ന മാഷിന്റെ വിയോഗം വിലങ്ങാടിന്റെ തീരാ നോവായി അവശേഷിക്കുകയാണ്. സ്വന്തം കാര്യം നോക്കി വീട്ടിലിരുന്നെങ്കിൽ മാഷിന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. പേമാരിയും മലവെള്ളപ്പാച്ചിലും നാടിനെ വിഴുങ്ങാനെത്തിയപ്പോൾ സ്വന്തം സുരക്ഷ നോക്കി മാഷ് വീട്ടിലിരുന്നില്ല. രക്ഷാപ്രവർത്തനത്തിനായി മഞ്ഞച്ചീളിയിലേക്കെത്തി. മലവെള്ളം ഇരച്ചെത്തിയപ്പോൾ കടവരാന്തയിൽ കയറി നിന്നു. പക്ഷേ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ മാഷ് നിന്ന കടമുറികളും തകർന്നു. ഞാനും മാഷും തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. മാഷ് ആദ്യം പോകുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെയും മാഷിന് ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ് മാഷിനുള്ളത്. അങ്ങനെ മാഷ് ഇറങ്ങിപ്പോയതാണ് ഇവിടുന്ന്. അപ്പോൾ ഒരിക്കലും അതിലെ ഒരു ഉരുള് വന്ന് പോകൂ എന്നുള്ളത് മാഷും വിചാരിച്ചില്ല. റോഡിൻ്റെ ഇപ്പുറം വെള്ളമായതുകൊണ്ട് സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ സേഫാണ്, ഞാനും മാതാവും സേഫാണ്, നിങ്ങൾ പൊക്കോ എന്നാണ് മാഷ് പറഞ്ഞത്. നാട്ടുകാരുടെ ഏതു പ്രശ്നത്തിനും മുന്നിട്ടിറങ്ങുന്ന മാത്യു മാഷിനുണ്ടായ ദുർവിധിയിൽ നാടാകെ സങ്കടത്തിലാണ്. മാത്യു മാഷയുടെ മരണത്തോടെ ഭാര്യ ഷൈനി ഈ വീട്ടിൽ ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവും. കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ താമരശ്ശേരി രൂപതയോ ഈ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സർക്കാർ സർവീസിൽ ഒരു ജോലി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ ഈ കുടുംബത്തിൻ്റെ കുറേ ദുരിതങ്ങൾ ഒഴിവായി കിട്ടും. വിലങ്ങാടിനുള്ള പ്രത്യേക പുനരധിവാസ പാക്കേജിൽ മാത്യു മാഷിന്റെ മകന്റെ ജോലി ഉൾപ്പെടെ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വിലങ്ങാടിന് ഇതുപോലെ തന്നെയുള്ള ഒരു പ്രത്യേക പാക്കേജ്, മാത്യു മാഷിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്നതുൾപ്പെടെയുള്ള ഒരു വിലങ്ങാട് പാക്കേജ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. വിദേശത്ത് പഠിക്കുന്ന 2 ആൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന ചെറിയ കുടുംബത്തിന്റെ അത്താണിയാണ് മാത്യു മാഷ്. UP സ്കൂൾ അധ്യാപകനായിരുന്ന മാഷ് വിരമിച്ച ശേഷവും വിലങ്ങാട് വിട്ടുപോവാൻ ആഗ്രഹിച്ചിരുന്നില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.